ആത്മാവില്ല എന്നാണ് പറയുന്നത്. ആത്മാവുണ്ട്, തീവ്രതയുണ്ടല്ലോ, ഒരു ശക്തി ഉണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്യുക. ഇനി മെല്ലെ കണ്ണുകൾ തുറക്കാവും. വിഷമം, ദേഷ്യം, അതെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ നമുക്ക് ഈ ശരനൂലുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും. വിഷമവും ദേഷ്യവും വികാരങ്ങളാണ്. പ്രാണതലത്തിൽ ഈ പറയുന്ന ക്ലാരിറ്റിയിൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ, ഈ നിമിഷത്തിൽ കണക്റ്റഡായി നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക. ഇന്നലകളിലും നാളെകളെയും കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് ടെൻഷൻ അടിച്ച്. ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സിലബസുകൾ പഠിക്കാനോ ഇതിനൊന്നും നേരമുണ്ടാകില്ല. പക്ഷേ ഇത് അറിയണമെന്നും എന്താണെന്ന് അറിയണമെന്നും അയാളുടെ ബോധതലത്തെ ഉയർത്തണമെന്നും ആഗ്രഹമുള്ള ആളുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ ബോധതലത്തെ ഉയർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി ഞാൻ ചെയ്യേണ്ട ഒരു ബേസിക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ടെക്നിക്കുകളുണ്ടോ ഈ ശരനൂൽ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ശരയോഗയിൽ? നമ്മൾ അടിസ്ഥാനപരമായിട്ട് ശ്വാസത്തെ നമ്മൾ അറിയുക, നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശരവികയുടെ ബേസ്. ശ്വാസത്തെ അറിയുക, നിയന്ത്രിക്കുക. ശ്വാസത്തെ എതിലേ അറിയും, എതിലേ നിയന്ത്രിക്കും, അതാണ് അടുത്ത ചോദ്യം. അത് നമ്മുടെ വിധാനത്തിലാണത് വരുന്നത്. പക്ഷെ അതിലേക്ക് എത്തുമ്പോൾ ഞാൻ അതിനകത്ത് വളരെ സിമ്പിളായിട്ടൊരു പ്രാക്ടീസ് ഞാനതിനകത്ത് പറയാം. നമ്മുടെ ഒരു മുദ്ര നമുക്ക് അനുഷ്ഠിച്ചിട്ട്, ശരയോഗയിൽ ചില മുദ്രകളുണ്ട്. അപ്പം ഞാൻ അതിനകത്തൊരു മുദ്രയിലേക്ക് നമുക്ക് പോയിട്ട് അല്പസമയം നമ്മൾ ഈ പറയുന്ന ശ്വാസത്തെ നമുക്ക് ഒന്ന് ശ്വാസത്തെ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. അങ്ങ് മുദ്ര ചെയ്യണമെന്നില്ല, ഞാൻ മുദ്ര ചെയ്യാം. അങ്ങ് ആ സമയത്തൊന്ന് കണ്ണടച്ചിരുന്നാൽ മതി. അതിനുശേഷം ഇപ്പോൾ തുടക്കത്തിൽ അങ്ങൊരു കാര്യം ചെയ്യണം. അങ്ങിപ്പോൾ നമ്മുടെ ഈ പ്രാക്ടീസ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് അങ്ങയുടെ ശ്വാസം ഏത് മൂക്കിലൂടെയാണ് ശക്തമായിട്ട്, ഇടത് മൂക്കും വലത് മൂക്കും ഉണ്ട്. അത് സ്ഥൂലശരമാണ്, അതല്ല അതിൻ്റെ അടിസ്ഥാനം. എന്നാലും സ്ഥൂലശരം ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ശ്വാസം സുഗമമായി പോകുന്ന. അതെ, ഒരു മൂക്ക് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് താഴെ ഇങ്ങനെ വിരൽ വെച്ച് നോക്കുമ്പോൾ ശ്വാസം കയ്യിൽ പതിയുന്ന ഒരു തീവ്രതയുണ്ടല്ലോ, ഒരു ശക്തി ഉണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്യുക. അടുത്ത മൂക്ക്, അപ്പോൾ ഏതെങ്കിലും ഒരു മൂക്കിലൂടെ ആയിരിക്കും ശക്തിയായിട്ട് ശ്വാസം അനുഭവപ്പെടുക. അത് ഏത് മൂക്കാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് ഇപ്പോൾ അങ്ങയുടെ സ്ഥൂലശരം ഇതല്ല പൂർണ്ണമായിട്ടും ശരഗതിയെ നിർണ്ണയിക്കാനുള്ള വഴി ഇതല്ല. എങ്കിലും സ്ഥൂലശരം ഇപ്പോൾ അതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ സ്ഥൂലശരത്തിൽ ഇനി കുറച്ച് നമ്മുടെ ഒരു പ്രാക്ടീസിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും വ്യതിയാനം വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അങ്ങൊരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. മറ്റൊന്നും ചെയ്യണ്ട, അങ്ങയുടെ നാഭി ശ്രദ്ധിച്ചിരുന്നാൽ മതി. നാഭി മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി. കണ്ണടച്ച് നാഭി മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി അല്പസമയം. നിങ്ങളുടെ ശ്വാസത്തെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. ശ്വാസത്തിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ കൊടുത്തതിന് ശേഷം ശ്വാസത്തിൽ ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ടാകും. ശ്വാസത്തിനുള്ളിൽ ഒരു ചൂട്, ഒരു വാംനെസ് അനുഭവപ്പെടുന്നുണ്ടാകും. ആ ചൂടിനെ ശ്രദ്ധിക്കുക. ശ്വാസത്തിനുള്ളിലെ ചൂടിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കണം. അഗ്നിതത്വമാണ്. ഇനി മെല്ലെ കണ്ണുകൾ തുറക്കാവും. അങ്ങ് എന്നോടൊന്നും പറഞ്ഞില്ല. ആദ്യം അങ്ങക്ക് ശ്വാസം ശക്തമായിട്ട് അനുഭവപ്പെട്ടത് ഇടത് മൂക്കിലൂടെയല്ലേ? അതെ, ആണല്ലോ. എന്നോട് പറഞ്ഞില്ലല്ലോ. ഇല്ല. ഇപ്പോൾ അത് മാറിയിട്ടുണ്ടോ നോക്ക്. ഇടത് മൂക്കെന്നുള്ളത് മാറിയോ നോക്ക്. രണ്ടും ഒരേപോലെ. ഇടത് മൂക്ക് മാറിയോ എന്നാണ് ചോദിച്ചത്. രണ്ടും ഒരുപോലെ ആയ സമശരം സുഷുമ്നയിലേക്ക് മാറി. ആകെ 3 നാഡിയാണുള്ളത്. ഇടത് വലത് രണ്ടും തുല്യമായ സുഷുമ്ന. അങ്ങ് തുടങ്ങുന്ന സമയത്ത് ഇടശരത്തിലായിരുന്നു പ്രാണൻ, അതിപ്പോൾ സുഷുമ്നയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ വ്യത്യാസം എന്താണ്? ഇടശരം എന്ന് പറയുന്നത് ചന്ദ്രനാഡിയാണ്. ചന്ദ്രനാഡി തണുപ്പാണ്. ചന്ദ്രനാഡി തണുപ്പാണ്. അത് ശക്തിനാഡിയാണ്, അത് സ്ത്രീനാഡിയാണ്, അത് വശ്യനാഡിയാണ്, അത് ലക്ഷ്മി നാഡിയാണ്. അത് ലെഫ്റ്റ് മെറിഡിയൻ എന്നാണ് ചൈനീസ് മായി മെറിഡിയൻ പ്രാക്ടീസിൽ പറയുന്നത്. ലെഫ്റ്റ് മെറിഡിയൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ഇടശരം നമ്മുടെ ഉള്ളിൽ തണുപ്പിനെ പ്രവർത്തിപ്പിക്കുന്ന, ചന്ദ്രൻ്റെ വെളിച്ചം എങ്ങനെയുള്ളതാണ്? ചന്ദ്രൻ്റെ പൗർണമി എന്ന് പറയുന്നത് തണുപ്പാണ്, നിലാവ് തണുപ്പുള്ളതാണ്. എന്നാൽ സൂര്യൻ്റെ പ്രകാശം ചൂടാണ്, അല്ലേ? സൂര്യനാടി ചൂടാണ്. അപ്പോൾ അങ്ങയിൽ തുടങ്ങിയപ്പോൾ തന്നെ അങ്ങയോട് നോക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനോട് പറഞ്ഞില്ല, എനിക്കറിയാം അങ്ങയിൽ ഇടശരമാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം. ആ ഇടശരത്തിൽ നിന്ന് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചത് നാഭിയിൽ നിന്നാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്. നാഭിയിൽ നിന്നുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്. നാഭിയാണ് സ്ഥൂല ശരീരത്തിൻ്റെ കേന്ദ്രം. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നമ്മൾ ജനിച്ചപ്പോൾ, നമ്മൾ പിറവി കൊണ്ടപ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡി, നമ്മുടെ ശരീരം വളർന്നു തുടങ്ങിയത് നാഭിയിൽ നിന്നാണ്. അമ്മയിൽ നിന്ന് പൊക്കിൾക്കൊടിയിലൂടെ അന്നം സ്വീകരിച്ചുകൊണ്ട് അന്നമയ കോശമായിട്ട് ഫിസിക്കൽ ബോഡി സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ വളർച്ച സ്റ്റാർട്ട് ചെയ്തത് നാഭിയിൽ നിന്നാണ്.
അപ്പോൾ അങ്ങയുടെ സ്ഥൂല ശരീരത്തിനെ കണക്ട് ചെയ്യാനാണ് ഞാൻ നാഭിയിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ പറഞ്ഞത്. അതിനുശേഷം അങ്ങയോട് ശ്വാസത്തിൽ അന്തർലീനമായിരിക്കുന്ന ചൂടിനെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് അങ്ങ് ശ്വാസത്തെ ശ്രദ്ധിച്ചു, ശ്വാസത്തിലെ ചൂടിനെ ശ്രദ്ധിച്ചു. നമ്മുടെ ശ്വാസത്തിൽ ചൂടും തണുപ്പൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കിവിടെ സമയം ഇതൊക്കെ ശ്രദ്ധിക്കാം. ഇപ്പോൾ അങ്ങ് ചൂട് ശ്രദ്ധിക്കാൻ ശ്രമിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് ഇടശരത്തിൽ നിന്ന് പ്രാണൻ മാറാനുള്ള ടെൻഡൻസി കാണിക്കും. അത് ഇടശരത്തിൽ നിന്ന് ഒന്നുകിൽ വലശരത്തിലേക്ക് മാറാം, അല്ലെങ്കിൽ സുഷുമ്നയിലേക്ക് മാറാം, സമശരത്തിലേക്ക് മാറാം. അങ്ങനെയൊക്കെ രണ്ടും ഇപ്പോൾ തുല്യമായി അനുഭവപ്പെട്ടു. അപ്പോൾ അത് സുഷുമ്നയിലേക്ക് ശരഗതി മാറിയതാണ്. ശരഗതി ഓട്ടോമാറ്റിക്കലി മാറുന്നുണ്ട്, ഇത്ര സമയം ഇടവിട്ട് മാറുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില പ്രാക്ടീസുകൾ വഴി നിസ്സാരമായിട്ട് അത് മാറ്റാൻ സാധിക്കും. ഇപ്പം ഞാൻ അങ്ങയെക്കൊണ്ട് ഇത് മാറ്റുന്ന സമയത്ത്, അങ്ങയുടെ ശരഗതി ഞാൻ മാറ്റുന്ന സമയത്ത് എനിക്കതിനകത്ത് ശരിക്കും ഒരു റോളും ഇല്ല. ഞാനും എൻ്റേതായ പ്രാക്ടീസിലിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനത് ചെയ്തത് കൊണ്ടല്ല അങ്ങയുടെ ശരഗതി മാറിയത്. അങ്ങയുടെ നാഭിയിലേക്ക് ശ്രദ്ധിച്ചതിന് ശേഷം ശ്വാസത്തിൽ അഗ്നിതത്വത്തിനെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചന്ദ്രനാടിയിൽ നിന്ന് പ്രാണൻ ഡീവിയേറ്റായി. ഈ പറയുന്ന വലശരത്തിലേക്കോ അല്ലെങ്കിൽ സുഷുമ്നയിലേക്കോ അതിന് മാറിയേ പറ്റൂ. ഇതിനെയാണ് ശരിക്കും ശരഗതി മാറ്റുക എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷനാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതിപ്പോൾ ഞാൻ പഞ്ചഭൂത തത്വത്തിൽ നിന്നുകൊണ്ടാണ് അങ്ങയെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. ഇതുപോലെ നമുക്ക് സാധ്യമാണ് ശരഗതി മാറ്റാനായിട്ട്. ഞാൻ പറഞ്ഞതുപോലെ മണിക്കൂറുകളോളം ചരിഞ്ഞ് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരയോഗയുടെ അടുത്ത തലങ്ങൾ എന്തൊക്കെയാണ്? ശരയോഗയുടെ അടുത്ത തലം എന്ന് പറയുമ്പോൾ ശരിക്കും ശരയോഗയുടെ തലം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആത്മീയതയുടെ തലം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ആത്മീയതയുടെ ഒരു തലത്തിൽ ഇന്ന് ആത്മീയത അന്വേഷിച്ച് പോകുന്ന മനുഷ്യരെല്ലാവരും തന്നെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ബഹുഭൂരിപക്ഷ ആൾക്കാരും അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയാണ് ആത്മീയതയിലേക്ക് വരുന്നത്. വളരെ കുറച്ച് പേര് മാത്രമാണ് എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് സാമ്പത്തികമുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, പിന്നെ എനിക്ക് സ്പിരിച്വാലിറ്റിയിൽ താല്പര്യം എന്ന് പറഞ്ഞ് വരുന്ന ഒരു മൈനോറിറ്റിയാണ്. ഭൂരിപക്ഷം പേരും അവരുടെ ശാരീരിക മാനസിക തലങ്ങളിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടിയാണ് ആത്മീയതയിലേക്ക് വരുന്നത്. അത് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം, തൊഴിൽ സംബന്ധമായ കാര്യങ്ങളായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇവർ വരാറുള്ളത്. ഇവർ വരുന്ന സമയത്ത് ഈ മനുഷ്യരെല്ലാം രണ്ട് തലത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് വരുന്നത്. ആത്മീയതയിലേക്ക് വരുന്ന മനുഷ്യരെല്ലാം നിർഭാഗ്യവശാൽ ഇതിൽ ചിന്തിക്കുന്നതിൽ ഒരു കൂട്ടർ ചിന്തിക്കുന്നത് എനിക്ക് ശാരീരിക തലത്തിൽ അല്ലെങ്കിൽ മാനസിക തലത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾക്ക് കാരണം സമ്മൺ ഓർ സംതിങ് ഔട്ട്സൈഡ്, പുറത്തിരിക്കുന്ന ഏതോ ഒരു വ്യക്തി അല്ലെങ്കിൽ പുറത്തെ ഏതോ ഒരു സാഹചര്യമാണ് എനിക്ക് ഈ അസുഖം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പുറത്തെ ഏതോ ശക്തി, അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പുറത്തിരിക്കുന്ന ഒരു ശക്തി, ഒരു സാഹചര്യമാണ് ഇന്ന് എൻ്റെ ദാരിദ്ര്യം, നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നു, ഞാൻ ദാരിദ്ര്യത്തിലേക്ക് പോകാൻ കാരണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബം തകരാൻ കാരണം. ഇങ്ങനെ ചിന്തിക്കും. അതിന് ഇവർ കണ്ടെത്തുന്ന ഉത്തരം ആണ് ഈ പറയുന്ന നെഗറ്റീവ് എനർജി. അത് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നുണ്ട് ആഭിചാരം, ക്ഷുദ്രം, കൂടോത്രം. അത് ഓരോ വ്യക്തികൾ ചെയ്തു. ഇതിൻ്റെ തുടക്കം തന്നെ ഒരു കുഞ്ഞായിരിക്കുമ്പോഴേ ഇതിൻ്റെ വിത്ത് നമ്മുടെ മനസ്സിട്ട് തരും. അതായത് ഒരു കൊച്ചുകുട്ടി അവനോട് പറയുകയാണ്, അവൻ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി, ഈ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി, അടുത്ത പരീക്ഷയ്ക്ക് അവന് മാർക്കങ്ങ് കുറഞ്ഞു, മറ്റേ കുട്ടികൾ കണ്ണുവെച്ചതായിരിക്കും എന്നൊരു പ്രയോഗം പണ്ട് മുതലേ ഇങ്ങനെ ഒരു പ്രയോഗമൊക്കെ നമ്മൾ കേട്ട് പരിചയപ്പെടാറുണ്ട്. അപ്പോൾ മറ്റൊരാൾ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ദോഷം സംഭവിക്കും. ഒരു ദൃഷ്ടിദോഷം അവിടെയുണ്ട്, ഒരു പ്രാക്കുദോഷം അവിടെയുണ്ട്, അവൻ പ്രാഗിയത് കൊണ്ടാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ബേസിക്കായിട്ടുള്ള തോട്ടിൽ നിന്ന് അത് വളർന്നാണ് എല്ലാവരിലും ആഭിചാരത്തിനോടും ക്ഷുദ്രത്തിനോടും കൂടോത്രത്തിനോടുമുള്ള വിശ്വാസവും ഭയവും ജനിക്കുന്നത്. ഇതിന് മുതലെടുക്കാനായിട്ട് ഇവിടെ കുറേ പേരുണ്ട്. ഈ പറയുന്ന നെഗറ്റീവ് എനർജിയും ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരു കൂട്ടം ആൾക്കാർ എനിക്കുണ്ടായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണം എന്ന് പറയുന്നത് പുറത്തിരിക്കുന്ന ഒരു ശക്തി അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിന് കാരണമെന്ന് ചിന്തിക്കുകയാണ്. ഇതാണ് ഒരു റീസൺ. രണ്ടാമത്, ഇതേപോലെ ആത്മീയതയിലേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടി ക്ലാരിറ്റി, അവർക്ക് കുറച്ചും കൂടി ഒരു ഇത്രത്തോളം ആഭിചാരത്തിന് അവർ വിശ്വസിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നു എനിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിന് കാരണം മറ്റ് വ്യക്തികളൊന്നുമല്ല, പക്ഷേ ഞാൻ തന്നെയാണ് അതിന് കാരണം. ഞാൻ പൂർവ്വജന്മത്തിൽ ചെയ്തു പോയ എന്തോ കർമ്മമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മദോഷം, കർമ്മപുണ്യം, പൂർവ്വജന്മ പാപം, പൂർവ്വജന്മ സുഖം, ഇതെല്ലാം രണ്ടെണ്ണമാണ്, ഡ്യുവാലിറ്റിയാണ്. പുണ്യം, പാപം, സ്വർഗം, നരകം, ഇതെല്ലാം ഇതെല്ലാം ഈ പറയുന്ന പോലെ എനിക്കുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനല്ല, ഞാൻ മനഃപൂർവ്വമൊന്നും ചെയ്തതല്ല, അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തതല്ല. ഇതെല്ലാം എനിക്ക് അറിഞ്ഞുകൂടാത്ത അജ്ഞാതമായ ഏതോ തലത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇതെൻ്റെ വിധിയാണ്.
അപ്പോൾ അതിന് പരിഹാരം തേടി ഈ രണ്ട് കൂട്ടരും ഇതിന് പരിഹാരം തേടി ഇവിടെ അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഔട്ട്സൈഡ് വേൾഡ്. ആദ്യത്തെ കൂട്ടരാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് വിധേയരാകുന്നത്. അവർ പോയി ഈ നെഗറ്റീവ് എനർജി ഒഴിവാക്കാനും ഈ പറയുന്ന ആഭിചാരവും കൂടോത്രവും ഒക്കെ ഒഴിവാക്കാനും വേണ്ടി അവർ പലയിടത്തും പോയി കബളിപ്പിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ കൂട്ടർ പൂർവ്വജന്മം കറക്റ്റ് ചെയ്യാനായിട്ട്, പൂർവ്വജന്മ പാപത്തെ ഇല്ലാതാക്കാനായിട്ട് ഈ നിമിഷത്തിൽ ജീവിക്കാൻ കഴിയാതെ അവരിതിൻ്റെ പരിഹാരം തേടി അവർ എല്ലാ ഈ പറയുന്ന മെറ്റീരിയലിസ്റ്റിക് ലൈഫിനെയും സപ്രസ് ചെയ്ത് അവർ മറ്റെന്തോ ആയി ജപവും പ്രാർത്ഥനയുമായിട്ട് അവരിങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കി പോകും. ജീവിതം ഒന്നേ ഉള്ളൂ, ലൈഫ് ഒന്നേ ഉള്ളൂ. ലീവ് ദ മൊമെൻറ്റ്. ഈ നിമിഷം സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിനോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത്. സന്തോഷമായി ജീവിക്കുക. ആ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാകണം, വ്യക്തത ഉണ്ടാകണം. ശരവയുടെ അടുത്ത തലമാണ് ഞാൻ ചോദിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവത്തിൻ്റെയും, നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള എന്ത് അനുഭവം ആയിക്കൊള്ളട്ടെ, ആ അനുഭവത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ പ്രാണൻ്റെ നിലയാണ്. ആ പ്രാണൻ്റെ നിലയെ അറിയാനും എനിക്കതിനെ നിയന്ത്രിക്കാനും സാധിച്ചാൽ എനിക്ക് ഈ അനുഭവങ്ങളെല്ലാം മാറ്റിമറിക്കാൻ സാധിക്കും, എനിക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ വിദ്യയെ അഗസ്ത്യർ മതിയെ അറിந்தாൽ വിധിയെ തടുക്കാമെന്ന് പറഞ്ഞത്. അഗസ്ത്യർ ഈ വിദ്യ അഭ്യസിച്ചപ്പോഴാണ് ആ പേര് കിട്ടിയത്. അഗസ്ത്യരുടെ പേരിൻ്റെ അർത്ഥം അകത്തീശൻ എന്നാണ്. ഉള്ളിലെ ഈശനെ, ഉള്ളിലെ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ അഗസ്ത്യർ എന്നുള്ള പേരിലേക്ക് അദ്ദേഹം എത്തിയത്. അദ്ദേഹം ഇതിനെ മതിയെ അറിந்தாൽ വിധിയെ തടുക്കാമെന്ന് വിശേഷിപ്പിച്ചു. നീ നിൻ്റെ പ്രാണനെ അറിഞ്ഞാൽ നിനക്ക് നിൻ്റെ വിധിയെ, നീ വിശ്വസിക്കുന്ന ഉണ്ട് എന്ന് നീ കരുതുന്ന ഫെയ്റ്റ്, വിധിയെ നിനക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. നിൻ്റെ പ്രാണനെ നീ നിയന്ത്രിച്ചാൽ മതി. ശ്വാസനിയന്ത്രണത്തിലൂടെ ഇത് സാധ്യമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു അനുഭവങ്ങൾക്കും മറ്റൊരു വ്യക്തിയും ഉത്തരവാദിയല്ല, ഒരു വ്യക്തിയുടെയും കർമ്മങ്ങളോ ഒന്നും അതിന് കാരണമാകുന്നില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കാൻ ശ്രമിച്ചാൽ, ഇപ്പോൾ രാഹുൽ എൻ്റെ ഒരു കുഴപ്പത്തിന് കാരണമാണെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രാണൻ രാഹുലിൻ്റെ കാലും എത്രയോ താഴെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ പ്രാണശക്തി അതിനേക്കാളും താഴെയാണെന്ന്. പക്ഷേ ഇതിൽ വരാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിയിൽ ആളുകൾ ചോദിക്കാൻ പോകുന്നത്, ഇപ്പോൾ അങ്ങേക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ഇപ്പോൾ കൂടോത്രം അല്ലെങ്കിൽ പ്രേതബാധ, പ്രേതാനുഭവങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്കിത് പറയാൻ കഴിയുന്നത്. ഇത് അങ്ങ് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട്, ഇത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറയും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? ധാരാളം പേര് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ മാത്രമല്ല, നമ്മളിത് പറയുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് ഇതുപോലെല്ലാം പറയാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതിലെല്ലാം വിശ്വസിച്ച ഒരുപാട് പേര് നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നവർ സമാധാനത്തോടു കൂടി കിടന്ന് ഉറങ്ങുന്നുണ്ട്, സന്തോഷത്തോടു കൂടി ഈ നിമിഷം അവർ ജീവിക്കുന്നുണ്ട്. കാരണം അവർ ഈ പറയുന്ന ഡ്യുവാലിറ്റി എന്ന് പറയുന്ന റൈറ്റ് ഓർ റോങ്, ഗുഡ് ഓർ ബാഡ് സംഭവിക്കുന്ന കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്ത് ഇത് ക്ഷുദ്രമാണോ, ഇത് ആഭിചാരമാണോ, ഇത് കർമ്മദോഷമാണോ, ഇത് കർമ്മ പുണ്യമാണോ, പൂർവ്വജന്മ പാപമാണോ, പൂർവ്വജന്മ സുഹൃതമാണോ എന്നുള്ള വിലയിരുത്തലുകളിൽ ദ്വൈത്തത്തിൽ നിൽക്കാതെ അവർ ഈ നിമിഷത്തിൽ സന്തോഷം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. ക്ലാരിറ്റിയോടുകൂടി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ശരയോഗയുടെ അടുത്ത തലമാണെന്ന് ചോദിച്ചത്. ശരയോഗയുടെ ഒരേ ഒരു തലം മാത്രമേ ശരയോഗയ്ക്കുള്ളൂ. ഈ നിമിഷത്തിൽ, ഈ മൊമെൻറ്റിൽ ഈ പറയുന്ന ഭയത്തെ അതിജീവിച്ച് ജീവിക്കാൻ സാധിക്കുന്നതാണ് ശരയോഗ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആത്മാവ് അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ പാരാനോർമൽ ആക്ടിവിറ്റീസ് ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത്, അല്ലെങ്കിൽ ആത്മാവില്ല എന്നാണോ പറയുന്നത്? ആത്മാവുണ്ട്. മാനസിക തലത്തിൽ ജീവിക്കുന്നവർക്ക് ആത്മാവുണ്ട്. മാനസിക തലത്തിൽ ജീവിക്കുന്നവർക്ക് ആത്മാവുണ്ട്. ശരയോഗയിൽ ജീവിക്കുന്ന ആൾ പ്രാണബോധത്തിലാണ് ജീവിക്കുന്നത്. പ്രാണബോധം എന്ന് പറയുന്നത് ശുദ്ധബോധമാണ്. ശുദ്ധബോധത്തിൽ പോസിറ്റീവും ഇല്ല, നെഗറ്റീവും ഇല്ല, ആണും ഇല്ല, പെണ്ണും ഇല്ല, എനർജിക്ക് എന്താ ഇതൊക്കെ, അതിലൊന്നുമില്ല. മാനസിക തലത്തിലേക്ക് വരുമ്പോൾ എല്ലാം രണ്ടാണ്. പോസിറ്റീവുണ്ട്, നെഗറ്റീവുണ്ട്, പുണ്യമുണ്ട്, പാപമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഈ മാനസിക തലത്തിൽ ജീവിക്കുന്നവർക്ക് ആത്മാവുണ്ട്. അതിൽ നിന്ന് അവരെന്നാണോ പ്രാണബോധത്തിലേക്ക് പോകുന്നത് അവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. അല്ല, ഇതിനകത്ത് മനുഷ്യൻ്റെ ഒരു പൊതുബോധമല്ലേ ഇപ്പോൾ വിഷമം, ദേഷ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ നമുക്ക് ഈ ശരനൂലുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും. വിഷമവും ദേഷ്യവും വികാരങ്ങളാണ്. വിഷമവും ദേഷ്യവും വികാരങ്ങളാണ്, റിയലി എക്സിസ്റ്റ്. വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും കേന്ദ്രം മനസ്സാണ്. ഈ വികാരങ്ങൾ അവിടെ ഉണ്ട്, യഥാർത്ഥത്തിലുള്ളതാണ്. ഈ വികാരങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ. ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ പറയുന്ന, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കണ്ണടച്ച് കുറച്ച് സമയം ഇരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് ആ സമയം ധ്യാനിക്കാനിരിക്കണം. മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എപ്പോഴാണോ ഈ പറയുന്ന നമ്മളെ ഇന്ദ്രിയങ്ങളെല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്, ആ സമയം തോട്ട്സ് ഇങ്ങനെ വന്ന് നിറയാൻ തുടങ്ങും. കുറേ കഴിയുമ്പോൾ അത് എന്താണോ ചിന്തിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത്, ആ ചിന്തകൾക്കായിരിക്കും വരവ് കൂടുതൽ.
ഒരു മനുഷ്യനൊരു ദിവസം 70,000 80,000 ചിന്തകൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് ഏകദേശം 80% നെഗറ്റീവ് തോട്ട്സ് ആണെന്നും പറയുന്നുണ്ട്. നമ്മൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാൻ പോകുമ്പോൾ മറ്റൊരു മാജിക്കും സംഭവിക്കില്ല. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്, ഇറ്റ് ക്യാൻ ഡു മൾട്ടി ടാസ്ക്. അതിന് ഒരേ സമയം ഒന്നിൽ കൂടുതൽ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ശ്വാസത്തിലേക്ക്, ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോഴും ഞാൻ എൻ്റെ പ്രാക്ടീസിലാണ്, ഞാൻ എൻ്റെ പ്രാക്ടീസിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ മറ്റൊരു ചിന്തയ്ക്ക് സ്ഥാനമില്ല, മറ്റൊരു ചിന്തയ്ക്ക് വരാനുള്ള സ്പേസ് ഇല്ല. പതഞ്ജലി പറഞ്ഞ ചിത്തവൃത്തി നിരോധനം എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഇല്ലാതാക്കാനൊന്നും ആർക്കും പറ്റില്ല. പക്ഷേ ചിന്തകളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനും ചിന്തകളുടെ ആധിക്യം കുറയ്ക്കാനും അമിത ചിന്ത കുറയ്ക്കാനും നമുക്ക് ക്ലാരിറ്റി മുന്നോട്ട് പോകാനും ശരയോഗയുടെ പ്രാക്ടീസ് സഹായിക്കും. അത് നമ്മുടെ ഇമോഷൻസ്, ഞാനിപ്പോൾ ദേഷ്യപ്പെടില്ല, ഞാൻ സങ്കടപ്പെടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ സംഭവിക്കും, മനുഷ്യനല്ലേ, ദേഷ്യം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. പക്ഷേ ഉണ്ടാകുന്ന ദേഷ്യവും ഉണ്ടാകുന്ന സങ്കടവും അത് മാനസിക തലത്തിൽ ഈ പറയുന്നൊരു വികാരം, ഒരാൾ സങ്കടത്തിലേക്ക് പോയി, അയാൾ ഡിപ്രഷനിലേക്ക് പോയി, അയാൾ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീമാണ്, എക്സ്ട്രീം. ആ ഒരു തലത്തിലേക്ക് പോകാതെ ദുഃഖം എന്ന് പറയുന്ന തലം ഇതൊരു വികാരം മാത്രമാണെന്നും ഇതിന് നൈമിഷികമായിട്ടുള്ള ആയുസ് മാത്രമേ ഉള്ളെന്നും ഇപ്പോൾ ഇത് മാറുമെന്നും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു ബോധത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ ആ വികാരം എന്നെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ പോകുന്നില്ല. ആ വികാരങ്ങളൊക്കെ വരും, എല്ലാവർക്കും വരുന്നുണ്ട്, എനിക്ക് ഈ പറയുന്നതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഇപ്പോൾ പലർക്കും ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കും, ഇത് അറിയണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒന്ന് അവരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പറയാം. നമ്മൾ ആദ്യം ഈ പറയുന്ന നമുക്കൊരു ശരയോഗ കമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലക്ഷ്യം തന്നെ മാനസിക തലത്തിൽ ജീവിക്കാതെ പ്രാണതലത്തിൽ ഈ പറയുന്ന ക്ലാരിറ്റിയിൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ, ഈ നിമിഷത്തിൽ കണക്റ്റഡായി നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക. ഇന്നലകളിലും നാളെകളെയും കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കാതെ ഈ നിമിഷം ഹാപ്പിയായിട്ട് കണക്റ്റഡായി, ഓരോ നിമിഷവും കണക്റ്റഡായി പോകുക. ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഓഫ്ലൈനിലൊക്കെ കുറച്ചുവരെ പഠിപ്പിച്ചു, നേരിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് പഠിപ്പിച്ചപ്പോൾ അതിനകത്ത് ഒരുപാട് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും ഇത് ഒരു ദിവസം പഠിച്ചിട്ട് പോയിട്ട് പിന്നെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, അവർക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവരിത് പിന്നെ ഈ പ്രാക്ടീസ് കഴിഞ്ഞ് അവർ ഈ പറയുന്ന പോലെ മൈൻഡിലാണ് നിൽക്കുന്നത്, അവരടുത്തൊന്നിലേക്ക് പോകും, അവർ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. കുറേ നാൾ കഴിയുമ്പോൾ അവർ പഴയതിനേക്കാളും വളരെ പ്രശ്നത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിരന്തരമായിട്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ നമ്മൾ ഓൺലൈനിലാണ് ഇപ്പോൾ നമ്മുടെ പ്രാക്ടീസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സൂമിലാണ് നമുക്ക് ആഴ്ചയിൽ 5 ദിവസവും നമുക്ക് ഈ നമ്മുടെ ശരയോഗ കമ്മ്യൂണിറ്റിയുടെ ഓൺലൈൻ പ്രാക്ടീസുകൾ നടക്കുന്നുണ്ട്. ഒത്തിരി പേരുണ്ട്, അവർ പല രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്, വിവിധ മേഖലയിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഈ പറയുന്ന ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 5 ദിവസം നമുക്ക് ഓൺലൈനിൽ പരിശീലനമുണ്ട്, വളരെ ഭംഗിയായിട്ട്. ഓഫ്ലൈനും ഓൺലൈനും രണ്ടും പഠിച്ചതിൽ നിന്നും പഠിപ്പിച്ചതിൽ നിന്നും ഞാൻ പറയുന്നു, ഓൺലൈനിനേക്കാളും വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നൊരു മാധ്യമവും ഇപ്പോൾ ഇല്ല. പണ്ട് കാലങ്ങളിൽ ആചാര്യന്മാർ പറഞ്ഞു, ശിഷ്യനുണ്ട് 12 വരുതം കാത്താൽ ഒത്ത പൊരുൾ വാങ്ങി ഇന്നൂലേയ്യ വേണമെന്ന് പറഞ്ഞു. 12 വർഷക്കാലം ഗുരുകുല സമ്പ്രദായത്തിൽ പഠിപ്പിക്കാൻ പറഞ്ഞ വിദ്യ ഇപ്പോൾ 12 വർഷക്കാലം ആരെയെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കും. ഇനി ആരെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാൻ തയ്യാറാവും. അപ്പോൾ പിന്നെ നമ്മൾ ഈ നേരിട്ടൊരു ഓഫ്ലൈൻ ക്ലാസ് എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. ഓൺലൈൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് നമുക്ക് പ്രാക്ടീസുകൾ, നമുക്ക് എല്ലാ ടൈം സോണിൽ നിന്നും ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആഴ്ചയിൽ 5 പരിശീലന ക്ലാസ്സുകൾ നമുക്ക് ഡെയിലി പ്രാക്ടീസ് സെഷൻസ് നടക്കുന്നുണ്ട്, ആഴ്ചയിൽ 5 ദിവസം. അത് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പരിശീലനങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ നിരന്തരമായിട്ട് നമ്മളവരുമായിട്ട്, നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരുമായിട്ട് നിരന്തരമായിട്ട് ഈ പ്രാക്ടീസ് കൊടുത്ത് അവർക്ക് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കറക്ഷൻസ് കൊടുത്ത് ഈ പറയുന്ന പ്രാക്ടീസിന് ഇപ്പോൾ എങ്ങനെയാണോ ഞാനത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നത്, എന്നെക്കാൾ ഭംഗിയായിട്ട് അവരത് കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. ഇതാണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ടിരിക്കാം. ഒരുപാട് നന്ദി. വളരെ സന്തോഷം.